ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു കലാരൂപം ആസ് യൂഷ്വൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ജനാധിപത്യമാണല്ലോ. ജനങ്ങളെ ഭരിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന പ്രക്രിയ. അതിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും, അവർ മത്സരിക്കും, ജനങ്ങൾക്ക് വേണമെങ്കിൽ അവരെ തിരഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ 50 വർഷത്തിലേറെക്കാലം ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇന്ത്യയെ ഭരിച്ച കോൺഗ്രസ് ആണ് ഈ പറഞ്ഞ കലാരൂപത്തിന്റെ മെയിൻ ആൾ. ഇതുവരെ ഈ കലാരൂപത്തിന് പേരൊന്നും ഇട്ടിട്ടില്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ് സീറ്റ് നിർണയം ആട്ടക്കഥ എന്ന് വിശേഷിപ്പിക്കാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയമായപ്പോൾ കോൺഗ്രസ് ആദ്യം പറഞ്ഞു ഫെബ്രുവരി ആദ്യവാരം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലെ ഫസ്റ്റ് അടിക്കുമെന്ന്. മാർച്ച് അവസാന വാരം ആവാറായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികളുടെ പേരും പറഞ്ഞു ഓരോ ദിവസവും ഓരോ കോമഡികളാണ്. സ്ഥാനാർത്ഥി നിർണയം ഒന്നും തുടങ്ങിയില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നവരുടെ സാധ്യത കണ്ട് തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പൊ നിങ്ങൾ വിചാരിക്കും CPM-ഉം BJP ഒക്കെയാണ് ഇവർക്കെതിരെ പോസ്റ്റർ ഇറക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇയാൾ ഇവിടെ സ്ഥാനാർത്ഥി ആവണ്ട, സ്ഥാനാർത്ഥി ആക്കിയാൽ നമ്മൾ വേറെ പാർട്ടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഓരോ DCC-യിലുള്ളവരാണ്. എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി 25 ഗ്രൂപ്പുള്ള കോൺഗ്രസിനോട് പോയി ഇനിയും പാർട്ടി ഉണ്ടാക്കുമെന്നോ, ഓൾറെഡി BJP-ക്ക് തിരികൊളുത്തുന്ന നേതാവുള്ള പാർട്ടി പോയി BJP ചേരുമെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുന്നല്ലേ? അതെനിക്ക് പറഞ്ഞുകൂടാ ഗൈസ്. ഇത് ഈ കോൺഗ്രസ്സുകാർക്ക് പോലും നേരെ അറിഞ്ഞുകൂടാ. പിന്നെയാണ് ഒരു കാലത്തും കോൺഗ്രസിൽ ചേരുന്ന ഗതി വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന സാധാരണക്കാർക്ക്. അതൊക്കെ പോട്ടെ, കലാരൂപത്തിന്റെ ബാക്കി ഫീച്ചറുകളിലേക്ക് കിടക്കാം. വേറൊരു സ്ഥലത്ത് ഘടകകക്ഷിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും DCC തന്നെ കഴിയും. ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്നത് BJP-യെ സഹായിക്കാനാണെന്ന്. അതിപ്പോ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പാർട്ടി ഇങ്ങനെ തള്ളിപ്പറയാമോ? പല സ്ഥലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുമ്പോൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഉടുപ്പ് തച്ചിരുന്നവർക്ക് കലിപ്പ്, അവരെ വക റിബൽ ഭീഷണി. ഇതൊക്കെ പോട്ടെ, മെയിൻ മിസ്ത്രിയായിരുന്ന K. സുധാകരൻ ഒരു ദിവസം വന്ന് പറയുന്നു ഞാൻ തന്നെ കണ്ണൂർ സ്ഥാനാർത്ഥിയാണ്. ബ്രോ, നിങ്ങളിപ്പോ KPCC പ്രസിഡന്റ് പോലും അല്ല. ഇത് കേട്ടോണ്ട് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന് കലിപ്പായി. അങ്ങനെ ഇപ്പൊ ഇയാൾ തീരുമാനിക്കേണ്ട എന്നുള്ള മൂഡ്. എന്തിന്? രാഹുൽ ഗാന്ധി വരെ വന്നിട്ട് പറയുന്നു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളൊന്നും ഇവിടെ വേണ്ടത്, ബാക്കിയൊക്കെ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിങ്ങളിപ്പോ ഇവിടെ ആരെ തീരുമാനിച്ചാലും നിങ്ങൾ തന്നെ എതിർക്കും. എന്നിട്ട് ഉടുപ്പ് തച്ചിരിക്കുന്ന 2-3 പേരും അവരെ ഗ്രൂപ്പും ഒന്നെങ്കിൽ പിണങ്ങി പോകും, അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാകും. പക്ഷെ ഇതൊന്നും കോൺഗ്രസിനെ അങ്ങനെ തളർത്താൻ പോകുന്നില്ല. അല്ലെങ്കിൽ ചത്ത കളിക്ക് എന്തിനാണ് കൂടുതൽ? ഞാൻ പറയുന്നത് ആ KPCC ജനറൽ സെക്രട്ടറിമാരുടെ മറ്റേ നീണ്ട ലിസ്റ്റ് ഇറക്കിയതുപോലെ ഒരു മണ്ഡലത്തിൽ 2-3 സ്ഥാനാർത്ഥികൾ വെച്ചങ്ങ് മത്സരിക്കണം. നല്ല വൈബുമായിരിക്കും, ആർക്കും പരാതിയില്ല. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിലവാരം വെച്ച് എന്തും പരീക്ഷിക്കാവുന്ന അവസ്ഥയിലാണല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നു.